ഇനി രാവിനെ പ്രകാശിപ്പിക്കാൻ സൂര്യൻ തരും ഊർജം. ഗ്രീൻ സോളാർ, ഡ്യൂറബിൾ ആൻഡ് ഹൈ ക്വാളിറ്റി സോളാർ ലൈറ്റ്സ്. കൂടാതെ വീടലങ്കരിക്കുവാനുള്ള ഇലക്ട്രിക്കൽ ഫാൻസി ലൈറ്റുകളും. ഇവയെല്ലാം ഹോൾസെയിൽ വിലയിൽ. ഗ്രീൻ സോളാർ, എത്തിംഖാന റോഡ്, നിയർ BSNL ഓഫീസ്, ചെറുതുരുത്തി. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനായി പൊതുകുളങ്ങളിലെ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പൊതുകുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക, വിഷരഹിത മത്സ്യം വിപണിയിൽ എത്തിക്കുക എന്നതാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. പൊതുകുളങ്ങളിലെ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ 26 കുളങ്ങളിലായി 52,550 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ഇതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കാഞ്ഞിരക്കോട് പാരാത്തുകുളത്തിൽ മത്സ്യങ്ങളെ നിക്ഷേപിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് ചെയ്യുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് കുളങ്ങൾ, നവീകരിച്ച പഞ്ചായത്ത് കുളങ്ങളിൽ കാർപ്പ് ഉൾപ്പെടെയുള്ള മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. ഉൾനാടൻ മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യത്തോടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഉൾനാടൻ മത്സ്യകൃഷിയുടെ പ്രോത്സാഹനം എരുമപ്പെട്ടി പഞ്ചായത്ത് സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം KB ബബിത, ഫിഷറീസ് ബ്ലോക്ക് തല കോർഡിനേറ്റർ PB സുമ എന്നിവർ പദ്ധതിക്ക് നേതൃത്വം നൽകി. VCV ന്യൂസ്, എരുമപ്പെട്ടി.